നമസ്കാരം. ടി.പി. വധം കഴിഞ്ഞിട്ട് 12 കൊല്ലം കഴിയുമ്പോഴും ഇപ്പോഴും പ്രഹേളികയായി കിടക്കുന്ന ഒരു വിഷയമുണ്ട്. ആരായിരുന്നു ടി.പി. കേസിലെ യഥാർത്ഥ ആസൂത്രകർ? ഇത്രയും ദൂരവ്യാപകമായ ഫലം ചെയ്യുമെന്ന് ഉറപ്പായ ഒരു കൃത്യം ചെയ്യാൻ കേവലം പ്രാദേശിക നേതാക്കളായ കെ.സി. രാമചന്ദ്രനും സി.എച്ച്. അശോകനുമെല്ലാം മുതിരുമോ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, CPM-ലെ ഒരു പറ്റം ഉന്നത നേതാക്കൾക്ക് ടി.പി.യുടെ കൊലപാതകത്തെക്കുറിച്ച് വ്യക്തമായി തന്നെ അറിയാമായിരുന്നു. മലബാറിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അക്കാലത്ത് ആദ്യം പ്രതിക്കൂട്ടിലാവുക CPM നേതാവ് പി ജയരാജനാണ്. എന്നാൽ അദ്ദേഹത്തിന് ടി.പി. വധത്തെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലായിരുന്നുവെന്നാണ് അടുപ്പമുള്ളവർ പറയുന്നത്. മാത്രവുമല്ല, പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ട പി ജയരാജൻ ടി.പി.യുമായി അദ്ദേഹം കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചർച്ചയും നടത്തിയിരുന്നു. വടകരയിലെ പാർട്ടി പ്രാദേശിക നേതൃത്വത്തിലെ ചിലർ പാനൂരിലെ CPM കില്ലർ സ്ക്വാഡിനെ നിയന്ത്രിച്ചിരുന്ന കുഞ്ഞനന്തനുമായി ബന്ധപ്പെട്ടാണ് പദ്ധതി നടപ്പാക്കിയത്. ഇങ്ങനെ ഒരു പദ്ധതിക്ക് പാർട്ടിയുടെ സമ്മതമുണ്ടോ എന്ന കുഞ്ഞനന്തൻ കോഴിക്കോട്ടെ CPM നേതാവ് മോഹനൻ മാസ്റ്ററുമായി ബന്ധപ്പെട്ടുവെന്നും മോഹനൻ മാസ്റ്റർ യെസ് മൂളിയതോടെയാണ് ടി.പി. വധത്തിന് തിരക്കഥയൊരുങ്ങുന്നത് എന്നുമായിരുന്നു നേരത്തെയുള്ള പോലീസ് ഭാഷ്യം. എന്നാൽ RMP നേതാക്കളിൽ പലരും അന്നും ഇന്നും വിരൽ ചൂണ്ടിയിരുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറിയുമായ പിണറായി വിജയന്റെ നേർക്കായിരുന്നു. പിണറായിയുടെ കുലംകുത്തി പ്രയോഗമാണ് കാര്യങ്ങൾ ഇങ്ങനെ വഷളാക്കിയതെന്നും ടി.പി.യോട് പിണറായിക്കുണ്ടായിരുന്നത് അസാധാരണമായ പകയായിരുന്നുവെന്നും അവർ പറയുന്നു. CBI പോലുള്ള ഒരു അന്വേഷണ ഏജൻസി കേസ് ഏറ്റെടുത്തിരുന്നുവെങ്കിൽ കളി മാറിയേനെ എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിണറായിയുടെ കുലംകുത്തി പ്രയോഗമാണ് സത്യത്തിൽ ടി.പി.യെ കൊല്ലാനുള്ള ആഹ്വാനമായി മാറിയതെന്ന് അവർ ആരോപിക്കുന്നു. അതിപ്പോഴും അവർ തുടരുകയും ചെയ്യുന്നു. റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായിരുന്നു ടി.പി. എന്ന ചുരുക്കെഴുത്തിൽ അറിയപ്പെട്ടിരുന്ന ടി.പി. ചന്ദ്രശേഖരൻ. 1960 ജൂലൈ 23-ന് കോഴിക്കോട് ജില്ലയിൽ വടകരയ്ക്കടുത്ത് ഒഞ്ചിയത്ത് പരേതരായ അപ്പുണ്ണി നമ്പ്യാരുടെയും പത്മിനിയമ്മയുടെയും മകനായാണ് ചന്ദ്രശേഖരന്റെ ജനനം. വിപ്ലവ മണ്ണായ ഒഞ്ചിയത്തെ പരമ്പരാഗത പാർട്ടി കുടുംബത്തിലെ അംഗമായ സഖാവ് വളരെ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിലുമെത്തി. താൻ രാഷ്ട്രീയത്തിൽ എത്തിയതല്ല, തനിക്ക് ചുറ്റും രാഷ്ട്രീയം തിളച്ചുമറിയുകയായിരുന്നുവെന്നാണ് ടി.പി. പറയാറുള്ളത്. SFI പ്രവർത്തകനായാണ് ടി.പി. രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. അടിയന്തരാവസ്ഥ കാലത്ത് മടപ്പള്ളി ഹൈസ്കൂൾ SFI യൂണിറ്റ് സെക്രട്ടറിയായി. 18-ാമത്തെ വയസ്സിൽ നെല്ലച്ചേരി വെസ്റ്റ് ബ്രാഞ്ച് CPM സെക്രട്ടറിയായി. പിന്നീട് SFI ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, കേന്ദ്ര സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. DYFIയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ്, സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. CPM-ന്റെ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. അക്കാലത്തൊക്കെ പാർട്ടിയുടെ തീപ്പൊരി നേതാവായിട്ടാണ് ടി.പി. അറിയപ്പെട്ടിരുന്നത്. SFI-ൽ തന്റെ കൂടെ പ്രവർത്തിച്ച KK രമയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. സത്യത്തിൽ CPM വിഭാഗീയതയുടെ ഒരു ഇര കൂടിയാണ് ഇദ്ദേഹം. VS അച്യുതാനന്ദന്റെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന ടി.പി.യുടെ സമീപനം അക്കാലത്ത് തന്നെ വിവാദമുണ്ടാക്കിയിരുന്നു. ഇടയ്ക്കിടെ ഉണ്ടായിരുന്ന പ്രാദേശിക പ്രശ്നങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങി. ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം N വേണുവിൽ നിന്ന് ജനതാദളിന് വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിൽ നിന്നായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ടി.പി. ചന്ദ്രശേഖരനും മറ്റ് സഖാക്കളും പ്രതികരിച്ചു. തുടർന്ന് പാർട്ടി വിട്ട് മറ്റ് സമാന മനസ്കരായ സഖാക്കളോട് ചേർന്ന് 2009-ൽ ഒഞ്ചിയത്ത് റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി, അതായത് RMP രൂപീകരിച്ചു. 2009-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPM വിമതരുടെ കൂട്ടായ്മയായ ഇടതുപക്ഷ ഏകോപന സമിതിക്ക് വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ടി.പി. 21,833 വോട്ടുകൾ നേടി ഏവരെയും ഞെട്ടിച്ചു. അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ 50,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വം മൂലമായിരുന്നു. ഇതോടെയാണ് CPM-ന്റെ ഹിറ്റ് ലിസ്റ്റിൽ ടി.പി. വിടുന്നത്. 2010-ലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ RMP ഒഞ്ചിയത്ത് 8 സീറ്റുകൾ നേടുകയും ഒഞ്ചിയം പഞ്ചായത്ത് ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നഷ്ടമാവുകയും ചെയ്തു. ഇതോടെ പക ഇരട്ടിച്ചു. ഒഞ്ചിയം ബെൽറ്റ് എന്നാൽ CPM-ന്റെ കുത്തകയാണെന്ന ധാരണ അതോടെ തകർന്നു. ടി.പി. ഈ രീതിയിൽ വളർന്നാൽ മേഖലയിൽ CPM ഉണ്ടാവില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതിനായി പാർട്ടി പല തന്ത്രങ്ങളും എടുത്തു. അഴിമതിയുടെ പേരിലാണ് ടി.പി.യെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്ന് തൊട്ട് ഇല്ലാത്ത അവിഹിത ബന്ധത്തിന്റെ മഞ്ഞക്കഥകൾ വരെ.
അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പരസ്യമായി കുലം കുത്തിയെന്ന് വിളിച്ച് TP-യെ അധിക്ഷേപിച്ചു. എന്നിട്ടും TP-യെ നന്നായി അറിയുന്ന നാട്ടുകാർ അദ്ദേഹത്തിനൊപ്പം നിന്നു. നന്ദി.